ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ ഒരു എണ്ണ കാച്ചലിൻ്റേതാണ് കേട്ടോ. ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ: കൃഷ്ണതുളസി, ചെമ്പരത്തി, ചെറിയ ഉള്ളി, ഉലുവ, പനിക്കൂർക്ക, മൈലാഞ്ചി, കറ്റാർവാഴ എന്നിവയാണ്. ഇതിലേക്ക് കഞ്ഞുണ്ണിയും പച്ചനെല്ലിക്കയും ചേർക്കാം കേട്ടോ. എനിക്ക് പച്ചനെല്ലിക്കയും കഞ്ഞുണ്ണി 2 ദിവസം മുന്നേ കിട്ടിയിരുന്നു. അപ്പോൾ ഞാനത് കുറച്ച് എണ്ണയിൽ നന്നായി നീരർത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ ചതച്ച് എണ്ണ കാച്ചിയതിന് ശേഷം വരാം. അപ്പോൾ ആ എണ്ണ നീരർത്ത കഞ്ഞിക്കൂർക്കയുടെ പച്ചനെല്ലിക്കയുടെ എണ്ണ കാച്ചി വെച്ചത് ഇതിലേക്ക് മിക്സാക്കി ഒന്നും കൂടി ശരിയാക്കിയിട്ട് വരാം. അപ്പോൾ ഞാനിത് ചതച്ചിട്ട് എണ്ണയൊക്കെ കാച്ചിയതിന് ശേഷം വരാം. അപ്പോൾ കൂട്ടുകാരെ, ഇതാണ് നമ്മളുടെ എണ്ണ നീരർത്തത്. ഇതിൽ എനിക്ക് ആദ്യം കഞ്ഞുണ്ണിയും പച്ചനെല്ലിക്കയും ആദ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ചതച്ചിട്ട് ആദ്യം അതിൻ്റെ നീരെടുത്തിട്ട് കുറച്ച് എണ്ണയിൽ അത് നീരർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് ബാക്കിയുള്ള ചേരുവകളൊക്കെ ചേർത്തത്. അതിൽ ഉലുവയും ചെറിയ ഉള്ളിയും ചെമ്പരത്തിപ്പൂവും മൈലാഞ്ചിയുടെ ഇലയും ഞാൻ ചതച്ചിടുകയാണ് ചെയ്യുന്നത്. ബാക്കി എല്ലാതിൻ്റെയും എല്ലാം മിക്സിയിലടിച്ചിട്ട് നീരെടുത്തിട്ട് ആണ് എണ്ണ കാച്ചിയത്. ഈ എണ്ണ ഉപയോഗിച്ച നല്ല റിസൾട്ട് തന്നെയാണ് കേട്ടോ. എനിക്ക് തീരെ മുടി നീളമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കുറച്ചൊക്കെ ഒന്നൊരു നീളം വെച്ചെടുക്കണം. പിന്നെ ഒരു ബൈക്ക് അപകടത്തിൽ എൻ്റെ തലയുടെ ബാക്ക് പൊട്ടിയിട്ട് മുടി കളഞ്ഞിട്ടുണ്ടായിരുന്നു. സ്റ്റിച്ച് ഇടാൻ വേണ്ടിയിട്ട് 12 സ്റ്റിച്ച് ഉണ്ടായിരുന്നു. ഒരുപാട് മുടി അവിടെ നിന്നൊക്കെ കളഞ്ഞിട്ടുണ്ടായിരുന്നു തലയുടെ ബാക്കിൽ നിന്ന്. അപ്പോൾ അതിങ്ങനെ കിളിർത്ത് വന്നു എന്നല്ലാതെ അത് നീളം വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ എണ്ണ ഞാൻ ഉപയോഗിക്കൽ തുടങ്ങിയതിൻ്റെ ശേഷമാണ് എൻ്റെ മുടി കുറച്ചൊക്കെ നീളം വെച്ചത്. ആ കിളിർത്ത് വന്ന മുടിയൊക്കെ ഒന്ന് നീളം വെച്ചത്. അപ്പോൾ ഈ എണ്ണ യൂസ് ചെയ്താൽ നല്ലൊരു റിസൾട്ട് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുക. എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് ഇങ്ങനെ നിങ്ങൾക്ക് ഒന്ന് വീഡിയോ ചെയ്ത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എല്ലാവരും ഇത് ഉപയോഗിച്ച് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബായ്.